ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാർക്ക് വെബ്, ഡീപ്പ് വെബ്, സർഫസ് വെബ്. ഈ കൺസെപ്റ്റ് എന്താണ്? സോ സർഫസ് വെബ് എന്നാണ്. സർഫസ് വെബ് എന്ന് പറഞ്ഞാൽ നോർമൽ വെബ് തന്നെയാണ്. നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ കയറിയിട്ട് അല്ലെങ്കിൽ ഫയർഫോക്സിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് സാധാരണ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമല്ലോ. ഈ ഒരു കൺസെപ്റ്റാണ് എന്ത് സർഫസ് വെബ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് സർഫസ് വെബ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നെറ്റ്വർക്കിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു ടോർ ബ്രൗസറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാർക്ക് വെബ് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ചുമ്മാ നമ്മൾ നോർമൽ ആയിട്ടുള്ള ക്രോമിലോ അല്ലെങ്കിൽ ഫയർഫോക്സിലോ ഒന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് വെബ് വെബ്സൈറ്റ് ഒന്നും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ബ്രൗസറും കാര്യങ്ങളുണ്ട്. അത് ടോർ ബ്രൗസറാണ്. ടോർ ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് വെബ് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്പെഷ്യൽ ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. പിന്നെ പറയുന്നതാണ് ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. ഡീപ്പ് വെബ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് സർഫസ് വെബ് യൂസ് ചെയ്തിട്ട് തന്നെ ഡീപ്പ് വെബ് വിസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഡീപ്പ് വെബ് എന്ന് പറയുന്നത് സാധാ നോർമൽ പോലെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് ചെയ്യില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള ഒതൻറ്റിക്കേഷൻ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ്ലി കയറി ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു കൺസെപ്റ്റാണ് ഡീപ്പ് വെബ്.